ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നൊരു എക്സ്പ്ലോറിങ് വീഡിയോ തന്നെ എന്ന് പറയാം. ഗൈസ്, മഴ ചെയ്തു പെട്ട് ഗൈസ്. അപ്പോൾ എക്സ്പ്ലോറിങ് വീഡിയോ ആണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ അതെ നല്ല രീതിയിൽ മഴക്കാർ ഒന്ന് ഇരുട്ടത് കാണപ്പോൾ അത് മഴക്കാറാട്ടോ. ഞാൻ എങ്ങോട്ടും കയറിക്കണ്ടേരും ഇങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ ട്രെയിനിലാണ് പോകണം. എങ്ങോട്ട് സ്ഥലം ഞാൻ പറഞ്ഞുതരാം, പാലക്കാടാണ്. അവിടുത്തെ ഒരു പ്ലേസാണ് നിങ്ങൾക്ക് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അഖിലുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോവുകയാണെങ്കിൽ ആ ചെങ്ങായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ ഇവിടുന്ന് വേഗം മുങ്ങിക്കാട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല മഴയ്ക്ക് സാധ്യത. അപ്പോൾ ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, നമ്മളത് പകുതി വഴിയിലെത്തിയിട്ടുള്ളൂ. മഴ നല്ല രീതിക്ക് ചാറാൻ തുടങ്ങി. ട്രെയിനിൻ്റെ ഒരു അവസ്ഥയെന്ന് നോക്കണേ. അന്ന് പിറന്നാളിൻ്റെ വാട്ട് അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. റംസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. അതിൻ്റെ ചെവി കൂപ്പിക്കലുണ്ടപ്പോഴേക്ക് മനസ്സിലായി എന്തോ പന്നിക്കാടുണ്ടെന്ന്. ആള് കുറച്ച് അപ്പോൾ എന്തിനിറങ്ങിയാലും മഴ ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, എൻ്റെ പിറന്നാൾ വ്ളോഗിന് ഞാൻ ഈ അമ്പലത്തിൽ കയറിയിട്ടാണ് തോന്നുന്നത്. അന്നും പൊരിഞ്ഞ മഴ. എന്തോടാടേ എന്തിടേ ഇങ്ങനെയൊക്കെ മഴ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂലേ. നമുക്കപ്പോൾ വേഗം പോവട്ടോ. കാരണം എത്ര നേരം പിടിക്കുക അവിടെ എത്താൻ ഒരു ഐഡിയ ഇല്ല. എത്ര 3/4 മണിക്കൂറായിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ടേക്ക്. നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, 3/4 മണിക്കൂറല്ല. ഞാൻ ഇപ്പം അതിൻ്റെ ട്രെയിനിൻ്റെ സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത് 2 മണിക്കൂർ 23 മിനിറ്റ് കേട്ടോ നമുക്കവിടെ അവിടേക്ക് പോകാനുള്ള ദൂരം. നമുക്ക് വേഗം പോകട്ടോ. അപ്പോൾ ഗൈസ്, ഇത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പാലക്കാട് ജംഗ്ഷൻ. ഒരാളും കൂടി ജോയിൻ ആയിട്ടുണ്ട്. എന്താണ് കാണാനില്ലല്ലോ ഇപ്പോൾ. അവൻ്റെ കണ്ണിന് ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ടായിക്കാട്. എന്തോ കരട് പോയതല്ലേ. അപ്പോൾ അതിൻ്റെ സീന് കുറച്ചുണ്ട്. നമുക്ക് എന്തായാലും ഇനി ട്രെയിൻ വരണം. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി കയറണം. ഞങ്ങൾ ചാടുന്നില്ല കേട്ടോ, വെറുതെ ചാടി സീൻ ഉണ്ടാക്കണ്ട. നമുക്ക് സ്റ്റെപ്പ് തന്നെ കയറി മര്യാദയ്ക്ക് പോവാം. അയ്യോ, എനിക്ക് ഇവിടുത്തെ ലിഫ്റ്റിൽ കയറാൻ പേടിയാട്ടോ. വേറെ എത്തില്ല, കുടുങ്ങി പോകുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കയറാത്തത് കേട്ടോ. നായോട്ടും ഇനിണ്ടേ ഇല്ല കഴിഞ്ഞില്ലേ. നമ്മൾ അവിടുന്ന് കയറി സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സിമ്പിളാണ്. കയറാനോ പാട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലാണ് പ്ലീസ്. വെയിറ്റ് ചെയ്ത് ട്രെയിൻ അവിടെ നിർത്തി. എന്താ അവിടെ കൊണ്ട് നിർത്തി. ട്രെയിൻ നല്ല പണിയാട്ടോ. അതൊന്ന് വേറെ ഒന്നുമില്ല, ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞു. ട്രെയിന് കയറിയിട്ടോ ഒരു വിധത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര. ഗൈസ്, ട്രെയിന് മുന്നിലേക്ക് ഉടനെയിരുന്നു നിർത്തണ്ട്. ട്രെയിന് നിർത്തിയത് എത്രയോ ബാക്കിൽ ഈ വാല് കുറേ അറിയില്ല. അപ്പോൾ അതായത് നമ്മൾ കയറിയിട്ടോ. ഈ 2 മണിക്കൂർ 23 മിനിറ്റും പാലക്കാട് എത്താൻ കാണിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം. അഖിലിതാ രണ്ടാൾ 2 ഡോറിൻ്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ മെയിൻ കാര്യം പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ തെറിച്ച് നിർത്തിക്കും. അത് എന്തോ ഒട്ടാമാനം ഓടി കിടച്ചോയി. സത്യം പറഞ്ഞാൽ കിടച്ചോയി. ഞങ്ങൾ അവിടെ മുന്നിലൊക്കെ ഫ്രണ്ടിൽ ഇത് നേരെ കൊണ്ട് ഞാൻ നടുക്കിലിട്ട് കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു മുന്നിലാവും നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഫസ്റ്റ് ജനറലിൽ കയറാൻ നിൽക്കിയപ്പോൾ അതിൽ ഫുള്ള് തിരക്ക്. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ കയറുന്നത് സെറ്റ് അവിടെ എത്തിയിട്ട് കാണും കേട്ടോ. ഗൈസ്, ഈ വ്യൂ ഒന്ന് നോക്കി. എന്നാ വ്യൂ അല്ലേ. ഒരു ഒന്നാകെ വലുതായി പോയാണ്. അതിൻ്റെ ചുറ്റോറം നല്ല കരയും നല്ല പീസ് മൈൻഡുള്ള സ്ഥലം. ഗൈസ്, അവിടെ ഫുള്ള് കാടായി പോകും. ഞാൻ
ഞാൻ കുറച്ച് കാണിച്ചതിലേക്ക് ഞാൻ കാട് പറയുകയാണെങ്കിൽ ഞാൻ ഇനി ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ആ ഭാഗത്ത് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അതിൻ്റെ ഇടയിൽ മഴയും പെയ്തു കേട്ടോ. അവിടെ എത്തുമ്പോൾ മഴ ഇതായിരുന്നു ഗൈസ്. അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി. ഗൈസ്, ഇപ്പോൾ പള്ളിപ്പുറം കേട്ടോ. പള്ളിപ്പുറം എത്തിയിട്ട് നല്ല ഡിലേ ആക്കിയിട്ട് ട്രെയിൻ ഇതേ ഇവിടെ നിർത്തിയേട്ടോ. ഒരു ട്രെയിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 15-20 വേറൊരു ട്രെയിനാണ് പോണത്. അത് പോയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ള കാത്തിരിപ്പ് കേട്ടില്ലേ. ആ ട്രെയിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ട്രെയിൻ എടുക്കുള്ളൂ. ഇപ്പോൾ 15-20 മിനിറ്റ് ആയിട്ടോ അവിടെ നിർത്തിയിട്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് കൊല്ലം അങ്ങനെ പാലക്കാട് എത്തിട്ടോ. ഇപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് കണ്ടുപിടിച്ചിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു സ്പ്രൈറ്റൊക്കെ കുടിച്ച് നോടെ സ്പ്രൈറ്റൊക്കെ വാങ്ങിച്ചിട്ടോ. ഗ്യാസ് ഭയങ്കര ഗ്യാസ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് പോകണം. എക്സിറ്റ് കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഫോർട്ടിലാട്ടോ, പാലക്കാട് ഫോർട്ടിലാണ്. അപ്പോൾ ഞാൻ ChatGPT നോക്കിയപ്പോൾ ഫീസ് ഇല്ലയെന്ന് കാണിച്ച ഇവിടെ എൻട്രി ഫീസ് 25 ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ ആരും ChatGPT നമ്പി വരരുത്. ഇവിടെ എത്തിയ പണി കിട്ടും. കാരണം 25 ഉറുപ്പ്യാണ് ഇവിടെ എൻട്രി ഫീസ് ഒരാൾക്ക് വരുന്നത്. ഇന്ത്യ പൗരനാണ് കേട്ടോ. പുറമേ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 വരുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരാൾക്ക് 25. ഇപ്പം തന്നെ പറയാം, ഒരാൾക്ക് 25. ഞങ്ങൾ രണ്ടാളുള്ളതുകൊണ്ട് 50 അല്ലേ, 50 ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ടിക്കറ്റ് കയ്യിലുണ്ട്, ഉള്ളിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഫോൺ പൊത്തി പിടിച്ചിട്ടാട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഫോൺ ഫുള്ളിപ്പോൾ തന്നെ നനഞ്ഞ് എന്തെന്താ കോട്ടെ. നമുക്കെന്തായാലും മഴ ഒരു രക്ഷയില്ല ഗൈസ്. ഫോണിപ്പം നനയും കേട്ടോ, ഫുള്ള് നനഞ്ഞ് കുളിക്കുക. വെള്ളം ഇറ്റാൻ തുടങ്ങിയത് ഇപ്പം. ഗൈസ് അവിടെ എന്ത് ചെയ്തു? സൈന്നൊക്കെ ഇരുന്ന് അമ്പലമുണ്ടോ അവിടെ? അമ്പലത്തിൻ്റെ ഇതൊക്കെ കേൾക്കുന്നു ഗൈസ്. വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. ചെരുപ്പിട്ട് കയറാൻ പറ്റുമോ? ഞാൻ വിചാരിച്ച അമ്പലല്ലേ. ഫോണൊരു വിധം നനഞ്ഞ് ഒന്നാണ് ഈ ഇവിടെ ഒരു വട്ട ഇവിടെയും കാണിക്കേണ്ടി തോന്നുന്നു ടിക്കറ്റ്. എന്താ ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് കറക്കണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. ടിക്കറ്റ് കളയാതെ ഇരിക്കുക. ടിക്കറ്റ് കളഞ്ഞാൽ കയറാൻ പറ്റില്ല കേട്ടോ. എടാ വൈബ് നോക്കിയടാ. ഇവിടെ എന്തൊരു QR ഒക്കെ വെച്ചാണ്. പാലക്കാട് കോട്ട എന്ന് പറഞ്ഞിട്ട് സീനാട്ടോ അവിടെ. ഇത് ആ പിന്നെ മുകളിലൊക്കെ ഇറങ്ങട്ടോ. അവിടെ ആൾക്കാരുണ്ട്. നമുക്ക് അവിടെ പോയി തന്നാലോ ഫസ്റ്റ്. അവിടെ മുകളിൽ പോയി തരാം. പക്ഷെ മഴയാണ്, അതാ സീന്. വേറെ മഴ ഒരു രക്ഷയില്ലാത്ത മഴ. കേസ് ഞാൻ ട്രൈപോഡ് എടുത്തല്ല, ഒന്ന് വലുതായി കാണിക്കുന്നു. അല്ലെങ്കിൽ ഇതെന്തിരാ ഇത് അമ്പലമാണ്. അവിടെ താഴെ അമ്പലമാട്ടോ, ബൗദ്ധ അമ്പലം. കേസ് നിങ്ങൾക്കിത് കണ്ട് നൊസ്റ്റാൾജി അടിക്കുന്നുണ്ടോ? എനിക്ക്
ഇവ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മുന്നേ എത്ര വട്ടം വന്നറാ? ഒരു വട്ടം. ഇവിടെ കയറാം. ഇവിടെ എത്തും കുത്തും കുളം സീനായില്ലേ. ഇവിടെ എന്താ ആ അന്നെ ഓടിക്കും പോനെ ഗൈസ്. നമ്മൾ അവിടെ നിന്നാട്ടോ വന്നത്. അവിടെ നിന്ന് വന്നു. ഇവിടെ ടിക്കറ്റ് ഈ വരുന്ന ഈ ഭാഗത്തെ ടിക്കറ്റ് ഇതാക്കണ്ട കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇപ്പോൾ ഒരു ഗേറ്റ് കാണിച്ചു തന്നില്ല എനിക്ക്. അവിടെ നിന്ന് കയറുമ്പോൾ നിർബന്ധമായും ടിക്കറ്റ് വേണം. ടിക്കറ്റ് ഇല്ലെങ്കിൽ പുള്ളിക്ക് അലൗഡ് അല്ല കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ കലാപരിപാടികളാണെന്ന് തന്നെ പറയാം. ഗുയ്സ് ഇതെന്താ? അത് അമ്പലത്തിൻ്റെ പുറം വഴിയാ. വാ ഗൈസ്. ഷാറുഖ് ഖാൻ ഫോട്ടോഗ്രാഫർ. ഡേയ് എടാ വരുന്നില്ലേ?